ഡിയർ സ്റ്റുഡൻസ്, നമ്മുടെ ഇന്നത്തെ ക്ലാസ് ചാപ്റ്റർ 7 ഇന്ന് വരാത്ത കുട്ടികൾക്ക് വേണ്ടിയാണ് ഈ ക്ലാസ് ഉള്ളത്. ഇന്ന് നമ്മൾ ചാപ്റ്റർ 7 ആണ് ഡിസ്കസ് ചെയ്തത്. ഫോംസ് ഓഫ് എ ക്വസ്റ്റ്യൻ ഇൻ ഇംഗ്ലീഷ്. ഫോംസ് ഓഫ് എ ക്വസ്റ്റ്യൻ ഇൻ ഇംഗ്ലീഷ്. To form a question in English, okay, we can now start today's lesson. Earlier classes we have discussed about auxiliary verbs, different forms of tenses, different forms of verbs, and 5 forms of 40 verbs. That means more than 200 words. Today we are going to discuss the chapter forms of a question. Form of a question. ഒരു ക്വസ്റ്റ്യന്റെ ഫോം നമ്മൾ അറിയണമെങ്കിൽ ചില വാക്കുകൾ നമ്മൾ മലയാളികൾ പറയുന്നതിന് ഈക്വലായ ഇംഗ്ലീഷ് വേർഡ് അറിയണം. എന്ത് എന്ന മലയാളത്തിന് തുല്യമായി വാട്ട് എന്ന ഇംഗ്ലീഷ് വാക്കുണ്ട്. ഏത് എന്ന് പറഞ്ഞാൽ വിച്ച് എന്ന വാക്ക് നമ്മൾ കാണാതെ പഠിച്ചു വെക്കണം. ഇവിടെ where, എപ്പോൾ, when, എങ്ങനെ, how, എന്ത്, what, ഏത്, which, എവിടെ, where, എപ്പോൾ, when, എങ്ങനെ, how. ഇത് നമ്മൾ രക്തത്തിൽ കലരുന്നത് പോലെ മനസ്സിലാകാത്തവർ പഠിച്ചു തീർക്കേണ്ട വേർഡ്സ് ആണ്. അപ്പോൾ നിങ്ങൾ നോട്ട്ബുക്ക് ഓപ്പൺ ചെയ്ത് ചാപ്റ്റർ 7 എഴുതി, ബോർഡർ മാർക്ക് ഇട്ട് ഫോംസ് ഓഫ് എ ക്വസ്റ്റ്യൻ എഴുതി. 1 എന്ത്, വാട്ട്. 2 ഏത്, വിച്ച്. 3 എവിടെ, where. 4 എപ്പോൾ, when. 5 എങ്ങനെ, how. ഇത് ഒരു ലൈനിൽ ഒരെണ്ണം വെച്ചാണ് എഴുതേണ്ടത്. എഴുതാൻ താഴെ പോകണം. ഞാൻ ബോർഡിൽ എഴുതിയ പോലെ കട്ട് ചെയ്ത് എഴുതാൻ പാടില്ല. എന്ത്, ഏത്, എവിടെ, എപ്പോൾ, എങ്ങനെ. എന്തുകൊണ്ട്, why. ആര്, who. എത്ര എണ്ണം, how many. എത്ര മാത്രം, how much. ആര്, who. എത്ര എണ്ണം, how many. എത്ര മാത്രം, how much. എത്ര ദൂരം, how far. എത്ര നേരം അഥവാ എത്ര സമയം, how long. ഇതാണ് നമ്മൾ കാണാതെ പഠിച്ചു വെക്കേണ്ട ക്വസ്റ്റ്യൻ വേർഡ്സ്. പ്രൈമറി ലെവൽ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചതായിരിക്കും. നല്ലോണം ഓർക്കണം. ആ സമയം നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവണമെന്നില്ല. എന്തുകൊണ്ട്, why. ആര്, who. എത്ര എണ്ണം, how many. എത്ര മാത്രം, how much. എത്ര ദൂരം, how far. എത്ര നേരം, how long. ഇതാണ് ക്വസ്റ്റ്യൻ വേർഡ്സ്. ഇത്രയുമല്ല, നമുക്ക് ആവശ്യമുള്ള പ്രൈമറി ക്വസ്റ്റ്യൻ വേർഡ്സ് ഇതൊക്കെയാണ്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വേർഡ്സ് കൊണ്ട് ഈ ക്ലാസ്സിൽ നമ്മൾ ഇത്രയേ പഠിക്കണ്ടു. എങ്ങനെ ഒരു ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ ഫോം ചെയ്യാം. ബാക്കി കാര്യങ്ങൾ ടെൻസ് ബേസിൽ നമ്മൾക്ക് പിന്നീട് പഠിക്കാനുള്ളതാണ്. ഓക്കെ, ടെൻസ് ബേസിൽ how can you make a question in English?
what is the form of a question in English. To form a question in English, what we have to study the question word. Here are the question words we have to study in primary classes. Okay. In this lesson, we are going to study how can we make a question in English. Okay. First, we have to study the question words. In number, we are going to discuss 13 question words. Okay. The form of a question in English is question word. Then auxiliary verbs. We have studied about 24 auxiliary verbs in English. One cannot say how many auxiliary verbs in English. In some grammar books, we can see 24 auxiliary verbs. In some, we can see 21 auxiliary verbs. When you look Google, where you can see some 27 and in some 21 or 51 auxiliary verbs. We have studied and discussed about 24 primary auxiliary verbs. We can use these 24 auxiliary verbs in one of the 24 auxiliary verbs here. First, we write question word. Here, where is the question word? Then, we use an auxiliary verb. Here, we use does. Then, we can use subject. Here, the subject is he. Then, verb, go. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എഴുതണം. Then, question mark. Here, question word, auxiliary verb, subject, verb, last question mark. This is the form of any question in English language. Okay, then in this chapter we are going to study only the form of a question. In next chapters we are going to study 12 tenses. There we can study the question forms of 12 tenses. The general form, in this chapter we are going to discuss only the general form of a question. ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് ഒരു ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ്റെ ജനറൽ ഫോമാണ്. ഇനി വരുന്ന 12 ദിവസങ്ങളിൽ നമ്മൾ 12 ടെൻസുകൾ പഠിക്കുമ്പോൾ ആ ടെൻസിലൊക്കെ നമ്മൾ ഇതിനെ എങ്ങനെ ഉപയോഗിക്കും എന്ന് മനസ്സിലാക്കാം. ഇനി 5 സെന്റൻസ്, 5 ക്വസ്റ്റ്യൻ സെന്റൻസ് ഈ ഫോമിലേക്ക് എങ്ങനെ മാറ്റും എന്ന് പഠിച്ചാൽ ഈ ചാപ്റ്റർ ഇന്ന് നമുക്ക് ഫിനിഷ് ചെയ്യാം. ഒരു 5 സെന്റൻസ് ഞാൻ തരാം, നമുക്കതിൻ്റെ ഇംഗ്ലീഷ് വേർഷനും നോക്കാം. ഈ ഫോം എങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യുന്നു നോക്കാം. ദാറ്റ് മീൻസ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വേർഡ്, then auxiliary verb, then subject, then verb, and the last question word. We can discuss 5 sentences, how this works in our general form. Okay. അവൾ എങ്ങോട്ട് പോകുന്നു? ഇതിനെ നമുക്ക് ഇംഗ്ലീഷിലേക്ക് മാറ്റണം. ഇതൊരു ചോദ്യമാണ്. ഇംഗ്ലീഷ് ചോദ്യത്തിന്റെ രീതി എന്താ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ വേർഡ് എങ്ങോട്ട്, നമ്മളിപ്പോൾ പഠിച്ചു വേർ. And then auxiliary, present auxiliary, does. And then subject, our, she. Verb, പോകുന്നു.
നമ്മൾ പഠിച്ച 40 വാക്കുകളിൽ ഒന്നാണ് പോകുന്നു. വാട്ട് ഈസ് ഇംഗ്ലീഷ് വേർഡ് ഫോർ ഗോ? പോകുന്നു. ഗോ. We can say go and give a question mark there. അവൾ എങ്ങോട്ട് പോകുന്നു? Where does she go? Question word, auxiliary verb, subject, verb and then question mark. അനിൽ എന്ത് തിന്നു? അനിൽ എന്ത് തിന്നു? ഇത് നമുക്ക് ഇംഗ്ലീഷിൽ കൊണ്ടുപോകണം. ഇംഗ്ലീഷിൽ നമുക്ക് ചിന്തിക്കാം. ക്വസ്റ്റ്യൻ വേർഡ് എന്ത്, വാട്ട്. തിന്നു, ഇന്നലത്തെ കാര്യം, ഡിഡ്. സബ്ജക്ട് അനിൽ. വാട്ട് ഡിഡ് അനിൽ? തിന്നുക, ഈറ്റ്. Okay, English is over. True English is what did Anil eat? What did Anil eat? Anil എന്ത് തിന്നു? What did Anil eat? അമൽ എവിടെ പോയി? ഇത് നമുക്ക് ഇംഗ്ലീഷിൽ കൊണ്ടുപോകണം. അമൽ ഇവിടെ പോയി. The first word is question word. Everyday. Where? Then auxiliary. പോയി. അത് ഇന്നലത്തെ കാര്യം. Did. Subject അമൽ. പോകുക. നമ്മൾ പഠിച്ച verb ഓർക്കണം. Go. അത് ഓർക്കണം. ഒന്നും ആവില്ല മക്കളെ. Go. Where did Amal go? ഒരു ഗ്രാമർ മിസ്റ്റേക്കും ഇല്ലാത്ത നല്ല ഒരു സെന്റൻസ്. Where did Amal go? അമൽ എന്ത് വായിക്കുന്നു? അമൽ എന്ത് വായിക്കുന്നു? ഇംഗ്ലീഷിൽ ആദ്യം നമ്മൾ എന്ത് പറയും? എന്ത്, വാട്ട്. വായിക്കുന്നു, പ്രസന്റ്. പ്രസന്റ് ഓക്സിലറി ഡൂം ഡെസ്സുമാണ്. വായിക്കുന്നു, ഡെസ്. സബ്ജക്റ്റ് അമൽ. വായിക്കുക, റീഡ്. ഓക്കെ. What does Amal read? What does Amal read? അവൻ എപ്പോൾ വന്നു? മലയാള ഭാഷക്കാര് സബ്ജക്റ്റ് ആദ്യം പറയും, ചോദ്യവാക്ക് രണ്ടാമത് പറയും, ക്രിയാവാക്ക് പിന്നെ പറയും. എന്നാൽ ഇംഗ്ലീഷുകാരൻ ചോദ്യവാക്ക് ആദ്യം പറയും എന്നതാണ് ലാംഗ്വേജിന്റെ പ്രശ്നം. എല്ലാ ചോദ്യങ്ങളും ഉണ്ടാക്കാനല്ല ഈ ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്തത്. We have discussed this chapter only to remind how we can make a question. That means the general form of an English question. In coming chapters, we can discuss about questions in 12 different tenses. Then you can take an idea to make any question in English language. Here we are going to discuss only the general form of a question. Next day, I will ask you the general form of a question. You must say like question word plus auxiliary verb plus subject plus verb plus question mark. When you say like this, like question word plus auxiliary verb plus subject plus verb plus question mark. Okay, you are okay when you say like this.
question word plus auxiliary verb plus subject plus verb plus question mark. I shall ask you, give an example for a general question. You can say any question. Take another any example in one of the 5 questions. Okay, last question, 5th question. അവൻ എപ്പോൾ വന്നു? Okay, first word എപ്പോൾ, where? അവൻ, sorry, auxiliary verb വന്നു, past, did. Subject he. വരുക, go. Okay, sentence is over. Where did he go? Next day I will ask you the general form of a question in an example for a question, and all the question word we have studied now. All of you must say, when I ask you എന്ത്, ഏത്, എവിടെ, എങ്ങനെ, you must say the English word and the spelling. Okay, thank you. Today's class is over.